നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ രാജി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അദ്ദേഹം ജെ.പി. നദ്ദയെയും സംഘടനയുടെ ജനറൽ സെക്രട്ടറി സന്തോഷിനെയും താൻ രാജിവെക്കാൻ തന്നെ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പാലക്കാട് തെരഞ്ഞെടുപ്പിലെ തോൽവിയെ സംബന്ധിച്ച് നാളെ അതിൻ്റെ മീറ്റിംഗ് നടക്കാനിരിക്കുകയായിരുന്നു. അവലോകന യോഗം സംസ്ഥാന തലത്തിൽ നടക്കാനിരിക്കുകയായിരുന്നു. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താൻ രാജിവെക്കുന്നു എന്ന് ദേശീയ നേതൃത്വത്തോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു. ഈ തോൽവിയുടെ കാരണം ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ട് അന്വേഷിക്കണമെന്നാണ്. അദ്ദേഹം ഈ ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ട് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സതീശൻ്റെ കോഴ വിവാദവും ശോഭാ സുരേന്ദ്രൻ്റെ വളരെ ഒരു ഇടപെടലും ഒക്കെ ഉണ്ടായതായി പല കോണുകളിൽ നിന്നും ബി.ജെ.പിയിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ സന്ദീപ് വാര്യയുടെ പാർട്ടിയിൽ നിന്നുള്ള രാജിവെച്ച പോക്കും ഒക്കെ സംഘടനയ്ക്കകത്ത് വിഷയമായിട്ടുണ്ട്. സന്ദീപ് വാര്യയുടെ രാജിവെച്ച പോക്കിനെ കുറിച്ച് പറയുന്നില്ല എന്നുണ്ടെങ്കിലും സംഘടനാ തലത്തിൽ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ട് അന്വേഷിക്കണമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി സന്തോഷിനോടും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജെ.പി. നദ്ദയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സതീശൻ്റെ കോഴ വിവാദം, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ്റെ ഇടപെടൽ തുടങ്ങിയവയാണ് സുരേന്ദ്രൻ ഇതിലൂടെ പറയുന്നത്. ഇതിലൂടെ സുരേന്ദ്രൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിക്കുമ്പോൾ അതിൽ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരൻ വിജയിക്കുകയല്ലേ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടി വരും. സാധാരണ നിലയിൽ ഈ ഒരു അവസരത്തിൽ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഒരിക്കലും സുരേന്ദ്രനെ മാറ്റാൻ സാധ്യതയില്ല. ആയതുകൊണ്ട് തന്നെ തൻ്റെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് താൻ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ശത്രുക്കളെ, തൻ്റെ മേലുള്ള പാർട്ടിക്കകത്തെ ശത്രുക്കളെ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു മുഴം മുന്നിലേക്ക് എറിഞ്ഞു എന്ന് തന്നെ നമുക്ക് രാഷ്ട്രീയമായി പറയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യസന്നദ്ധതയിലൂടെ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് സംസ്ഥാന നേതൃത്വത്തിനകത്ത് ശോഭാ സുരേന്ദ്രൻ തുടങ്ങി അവരുടെ കീഴിൽ ഇങ്ങേ അറ്റം വരെയുള്ള നിരവധി നേതാക്കൾ തൻ്റെ ശത്രുക്കളെ ഒതുക്കാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടണം എന്ന് തന്നെയാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. താൻ തന്നെ നേരിട്ട് ഇടപെട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ചിട്ടും എന്തുകൊണ്ട് തോൽവി ഉണ്ടായെന്ന് കേന്ദ്ര നേതൃത്വം അന്വേഷിക്കട്ടെ, ഇതിൽ ആരെല്ലാം കളിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ തുടങ്ങി തിരുവനന്തപുരത്ത് സുരേഷ് വരെ ഇതിനകത്ത് വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കൂടാതെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിലുണ്ടായ വീഴ്ചയെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് യൂസർ ഫീ ചാർജൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടും അതിലൊന്നും തന്നെ ഒരു തീരുമാനവും പാലക്കാട് നഗരസഭ എടുത്തില്ല. അതൊക്കെ തന്നെ പരാജയത്തിന് കാരണമായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നേമത്തെ രാജഗോപാൽ വിജയിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു നിയമസഭാ പ്രവേശം പാലക്കാടിലൂടെ ബി.ജെ.പി സ്വപ്നം കണ്ടിരുന്നു. അതിനുവേണ്ടി സി കൃഷ്ണകുമാറിനെ സുരേന്ദ്രൻ ഇടപെട്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. സുരേന്ദ്രൻ ഇടപെട്ട് സ്ഥാനാർത്ഥിയാക്കിയ കൃഷ്ണകുമാറിൻ്റെ തോൽവി സുരേന്ദ്രൻ്റെ തോൽവിയാണ്. സുരേന്ദ്രൻ്റെ ശത്രുക്കൾ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ശത്രുപക്ഷം, എം.ടി. രമേശ് ഉൾപ്പെടെയുള്ളവർ ഒക്കെ തന്നെ ഇതിനകത്ത് അദ്ദേഹത്തിനെതിരെ തലപൊക്കിയിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ എന്തായാലും ഈ ഒരു അവസരത്തിൽ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചു എന്നുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വം ഒരിക്കലും സുരേന്ദ്രൻ്റെ രാജി അംഗീകരിക്കില്ല. അതിലൂടെ സുരേന്ദ്രൻ വിജയിക്കുക തന്നെയാണ്. കേന്ദ്ര നേതൃത്വം നേരിട്ട് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ വിഭാഗീയത, കേരള ഘടകത്തിലെ വിഭാഗീയത, ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള പ്രശ്നം, വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആയത് മുതലുള്ള ബി.ജെ.പിയിലെ പ്രശ്നം ഒക്കെ ഇതിനകത്ത് പഠന വിഷയമാവും. ഇതിലൂടെ സുരേന്ദ്രൻ തന്നെയാണ് രാഷ്ട്രീയമായി വിജയിക്കുന്നത്. സുരേന്ദ്രന്റെ രാജി കേന്ദ്രം സ്വീകരിക്കില്ല എന്ന് തന്നെ നമുക്കിവിടെ ഉറപ്പിച്ച് പറയേണ്ടി വരും. സുരേന്ദ്രൻ വിജയിക്കുന്നു, പരാജയത്തിനിടയിലും സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരൻ വിജയിക്കുന്നു എന്ന് തന്നെ നമുക്കിവിടെ പറയാം. നന്ദി, നമസ്കാരം.